സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. ലോസ് ആഞ്ചലസിൽ അഗ്നിബാധയുടെ ഇരകൾക്ക് പ്രാർത്ഥനകളുമായി ഫ്രാൻസിസ് പാപ്പ. കാലിഫോർണിയ. ലോസ് ആഞ്ചലസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ നാശം വിതച്ച അഗ്നിബാധയുടെ ഇരകൾക്ക് പ്രാർത്ഥന അറിയിച്ച് ഫ്രാൻസിസ് പാപ്പയുടെ സന്ദേശം. ജനുവരി 11 ശനിയാഴ്ചയാണ് തന്റെ ആത്മീയ സാന്നിധ്യവും പ്രാർത്ഥനകളും ഉറപ്പു നൽകി മാർപ്പാപ്പയ്ക്ക് വേണ്ടി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാട്രോ പാരോളിൻ ടെലഗ്രാം സന്ദേശം അയച്ചത്. ദാരുണ സംഭവത്തിൽ സഹായ സഹകരണങ്ങൾ എത്തിക്കുന്നവർക്കും സന്നദ്ധ സേവനകർക്കും പാപ്പ ആശീർവാദം നൽകി. ലോസ് ആഞ്ചലസ് ആർച്ച് ബിഷപ്പ് ഹോസെ ഗോമസിനാണ് സന്ദേശം അയച്ചത്. ദുരിതത്തിൽപ്പെട്ട സമൂഹങ്ങൾക്കും ആളുകൾക്കും തന്റെ ആത്മീയ സാന്നിധ്യം ഉറപ്പു നൽകുന്നതിനൊപ്പം സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആത്മാക്കളെ സർവശക്തനായ ദൈവത്തിന്റെ കരുണയ്ക്ക് സമർപ്പിക്കുന്നുവെന്നും പാപ്പ എഴുതി. നിരവധി ജീവനുകൾ പൊഴിഞ്ഞ ഈ ദാരുണ സംഭവത്തിൽ ആശ്വാസവും സഹായവും എത്തിക്കുന്ന ഏവർക്കും, പ്രത്യേകിച്ച് സന്നദ്ധ സേവന പ്രവർത്തകർക്ക് പരിശുദ്ധ പിതാവ് തന്റെ ആശീർവാദവും നൽകി. ലോസ് ആഞ്ചലസിൽ ആളിപ്പടരുന്ന കാട്ടുതീയിൽ മരിച്ചവരുടെ എണ്ണം 16 ആയി. കനത്ത കാറ്റ് വീണ്ടും എത്തും മുൻപേ നിയന്ത്രണ വിധേയമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അഗ്നിരക്ഷാസേന. പാലസൈഡ്സിൽ 5 പേരും ഈറ്റണിൽ 11 പേരുമാണ് മരിച്ചത്. യഥാർത്ഥ മരണസംഖ്യ ഇതിനും 10 മടങ്ങ് വരുമെന്നാണ് വിവരം. മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിനായി പരിശീലനം ലഭിച്ച നായ്ക്കളെ ഉപയോഗിച്ച് തിരച്ചിൽ തുടരുന്നുണ്ട്. നഗരത്തിലെ പ്രധാന സ്മാരകങ്ങളടക്കം ഭീഷണിയിലാണ്. സ്കൂളുകളും വ്യവസായ കേന്ദ്രങ്ങളും അടക്കം ചാമ്പലായി. ലോസ് ആഞ്ചലസിൽ 35,000-ഓളം വീടുകളും വ്യാപാര സ്ഥാപനങ്ങളിലും ഇനിയും വൈദ്യുതി എത്തിക്കാനായിട്ടില്ല. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.